ഓ, നീ ഇത്രയ്ക്ക് ധൈര്യം കാണിക്കണമെങ്കിൽ അതിന് പിന്നിൽ ആ ആനന്ദവർമ്മയാ. എന്താ അത് പാടില്ലേ? അദ്ദേഹം എന്റെ ഭർത്താവിന്റെ അച്ഛനാ, എന്റെ അച്ഛൻ. അപ്പൊ ഓക്കെ, രണ്ടാൾക്കും ഇനിയൊന്നും പറയാനില്ലല്ലോ. എന്നാ ഞാൻ പോയിക്കോട്ടെ. നിക്ക്. തീരുമാനം ഉറച്ചതാണോ? അതെ. എന്താ? ഈ തീരുമാനത്തിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഓരോന്ന് ഓതിത്തരാൻ പലരും കാണും. ഒടുവിൽ അനുഭവിക്കുന്നത് നീയും നിന്റെ വീട്ടുകാരുമാവും. ഞാൻ അത് സഹിച്ചോളാം. അതുപോരെ? കോൺഫിഡൻസ് കൊള്ളാം. ഈ അരുന്ധതിയുടെ റേഞ്ച് എന്താണെന്ന് നീ ഇന്ന് തന്നെ അറിയും. ആ ജോർജെ, നമ്മുടെ പിള്ളേരെ എല്ലാം കൂട്ടിക്കോ. ദാ ഇന്ന് ഇപ്പോ എന്താ എങ്ങനെയാണെന്ന് നേരിട്ട് ഞാൻ പറയാം. വേഗം വേഗം എത്തണം. ഓക്കേ? മമ്മി അവരെയൊക്കെ വിളിച്ച് എന്ത് ചെയ്യാൻ പോവാ? ആ ശ്യാമയെ കൊണ്ട് പാടാൻ സമ്മതിപ്പിക്കാൻ. അത് എങ്ങനെയാ, ഏത് രീതിയിലാണെന്നൊക്കെ എന്റെ മോളിപ്പം നേരിൽ കാണാൻ പോവാ. എന്താ എന്താ ഇവിടെ? ആരാ നിങ്ങളൊക്കെ? വീട്ടിൽ ആണുങ്ങളില്ലാത്ത സമയത്ത് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? എന്താ ഈ കാണിക്കുന്നേ? നിങ്ങളോടല്ലേ ചോദിച്ചേ? ഇതേ ഞങ്ങളുടെ വീടാ. എന്ത് അതിക്രമ നിങ്ങൾ ഈ കാണിക്കുന്നേ? പുറത്തിറങ്ങാനാ ഈ പറയുന്നേ? അമ്മേ, മോളെ, ഇന്നു മുതൽ ഇതെന്റെ വീടാ. പോണിങ്ങന്നെ. മോളെ, ഇവിടെ ആകെ പ്രശ്നം. അരുന്ധതി കുറെ ആൾക്കാരെയായി വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക. ഇത്ര അതിക്രമം കാണിക്കാൻ ഞങ്ങൾ നിങ്ങളോട് എന്ത് ദ്രോഹ കാട്ടിയ? എനിക്ക് നിങ്ങളുടെ മോള് തന്ന വാക്ക് തെറ്റിച്ചു. ഇനി ഞാൻ ക്ഷമിക്കില്ല. അയ്യോ, ഇനി പൊറുക്കില്ല. ഡാ, എല്ലാം വലിച്ചു വാരി ദൂരെ എറിയും. അയ്യോ, അത് കൊണ്ടുപോകില്ലേ? അത് മാത്രം കൊണ്ടുപോകല്ലേ? അയ്യോ, 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 എന്ത് അതിക്രമം! എന്ത് അതിക്രമം നിങ്ങൾ ഈ കാണിക്കുന്നേ? മോളെ വിട. മമ്മി,
എന്താ കരുതിയേ? ഈ വീട്ടിൽ എന്തോ ആവാന്നാണോ? ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? ഇനി അമ്മയുടെ മോളുടെ തടി കേടാവണ്ടെങ്കിൽ ഇവരെയും വിളിച്ചോണ്ട് സ്ഥലം വിട്ടോ. പറഞ്ഞത് കേട്ടില്ലേ? മോളെ, അമ്മേ, എന്റെ ഭാവി തീർന്നു. എല്ലാം ഇതോടെ അവസാനിച്ചു. മോളെ കരയല്ലേ. ഇപ്പൊ ഇതൊന്നും ഒന്നിന്റെ അവസാനമല്ലല്ലോ. ശരിയാവും, എല്ലാം ശരിയാവും. അമ്മേ, വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. നടക്കില്ല, ഇനി ഒന്നും നടക്കില്ല. ശ്യാമ ഇനി ഒരിക്കലും എനിക്ക് വേണ്ടി പാടില്ല, അത് ഉറപ്പാ. നോക്കാം, ഞാനില്ലേ കൂടെ. ശ്യാമയെ സമ്മതിപ്പിക്കാൻ നമുക്ക് വേറെ വഴി എന്തെങ്കിലും ആലോചിക്കാം. ഇല്ല മമ്മി, വെറുതെ പറയണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? ഈശ്വര, എന്റെ പ്രശസ്തി, എന്റെ സ്വപ്നങ്ങൾ എല്ലാം ഇതോടെ അവസാനിച്ചില്ലേ? വർമ്മയാണല്ലോ. മമ്മി എന്തായാലും സ്പീക്കറിലിട്. ഹലോ, നിങ്ങൾ എന്താ കരുതേ? ശ്യാമയ്ക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്നോ? ഈ വീട്ടിൽ കുട്ടികളെ മാറ്റി എത്തുക, അവിടെ ഉള്ളവരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുക. ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ? നിങ്ങൾ ആരാന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഉറുമിയെടുത്ത് അംഗത്തിന് ഇറങ്ങുന്ന ഉണ്ണിയാർച്ച. ഏതോ ഒരു പൊട്ട കരാറ് പോലും. ഒരു കീറ പേപ്പർ വെച്ച് നിങ്ങളെ ശ്യാമയെ ആ കുടുംബത്തെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട് വർഷം പലതായി. പക്ഷേ ഞാനല്ല അറിയാൻ വൈകി. വഞ്ചനാക്കുറ്റം, ആൾമാറാട്ടം, പിന്നെ ഇപ്പൊ വീടാക്രമിച്ചതിന് കയ്യോടെ രണ്ടിനെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. തൽക്കാലം അത് വേണ്ടാന്ന് വെച്ച്. സ്ത്രീകളാണെന്നുള്ള ഒരു ചെറിയ പരിഗണന എല്ലാം അവസാനിപ്പിച്ചോണം ഇതോടെ. ഇല്ലെങ്കിൽ ഈ ആനന്ദവർമ്മയും എന്റെ ഇൻഫ്ലുവൻസും എന്താണെന്ന് അമ്മയും മകള് ശരിക്കും അറിയും. നിങ്ങൾ വെറുതെ കെട്ടിയുണ്ടാക്കിയ അലങ്കാരമില്ലേ പ്രശസ്ത ഗായിക എന്ന മോളുടെ പദവി, ആ ഇമേജ് ഞാനങ്ങ് തകർക്കും. വിസ്മയ എന്ന ഗായികയെ ആരാധിച്ചു പോയ വിഡ്ഢികളായ ആരാധകരുണ്ടല്ലോ, അവർ തെരുവിൽ അവളെ കല്ലെറി. ശ്യാമയുടെ മഹത്വം ലോകം തിരിച്ചറിയും. അവളെ, ആ ശബ്ദത്തെ അവർ ആരാധിക്കും. മനസ്സിലായോ? ശബ്ദം വിലയ്ക്ക് വാങ്ങാൻ നടക്കുന്നു നാണമില്ലാത്ത വർഗം. ഇപ്പൊ ഞാൻ ക്ഷമിച്ചു. ശ്യാമ എന്റെ മരുമകളാ. ഇനി അവളെ എന്തിന്റെ പേരിലായാലും ശല്യം ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാൽ ഈ ആനന്ദവർമ്മ ആരാണെന്ന് അമ്മയും മോളും ശരിക്കും അറിയും. ഓർത്തോ? മനസ്സിലായി, ഇപ്പൊ എല്ലാം മനസ്സിലായി. മമ്മിക്ക് ഇനി ഒന്നിനും ആവില്ല. തോറ്റുപോയി, നമ്മള് തോറ്റുപോയി. മോളെ, നീ വേണ്ട, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. മോളെ, മാഡം, സ്റ്റുഡിയോന്ന് വിസ്മയ മാഡത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. മ്യൂസിക് ഡയറക്ടറെല്ലാം അവിടെ വെയിറ്റ് ചെയ്യാ. ആണോ? റെക്കോർഡിംഗ് ശരിയാ. റെഡിയാവുക മോള്, റെഡിയാവുക. ഓക്കെ മാഡം, ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട, താൻ പൊയ്ക്കോ.
കാറുണ്ട്. ഞാനും മോളും അങ്ങ് എത്തിയേക്കാം. മാഡം അത് ആ പറയുന്ന കേക്ക്, ഞങ്ങൾ അങ്ങ് എത്തിയേക്കാം. ഓക്കെ മാഡം, ശരി. ആ ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? മോളെ, മോളെ, എന്തിരിപ്പാ ഇത് മോളെ? റെക്കോർഡിംഗ് സ്റ്റുഡിയോന്ന് നിന്നെ വിളിക്കാൻ ആള് വന്നു. മോള് വേഗം റെഡിയാവും. ഇനി വൈകിയാ പറ്റില്ല, പ്രശ്നമാവും. നമുക്ക് പോവാം. മോളെ, നീ ടെൻഷൻ ആവണ്ട. ഞാൻ ചെന്ന് എന്റെ മോൾക്ക് വേണ്ടി ശ്യാമയുടെ കാല് പിടിക്കാം. അല്ല, അതും പറ്റിയില്ലെങ്കിൽ നമുക്ക് സ്റ്റുഡിയോയിലേക്ക് ചെല്ലാം. എന്തെങ്കിലും കള്ളം പറയാം, റെക്കോർഡിംഗ് മാറ്റിവെപ്പിക്കാം. പിന്നെ സാവകാശം കിട്ടും. അമ്മ ശ്യാമയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരും. ഇത്രയും കാലം നമ്മൾ വിജയിച്ചില്ലേ, ഇനിയും വിജയിക്കും. അതെ, എന്റെ പൊന്നു മോള്, ചെന്ന് ഫ്രഷ് ആവും, എന്നിട്ട് റെഡിയായിട്ട് വാ. ഹാ, എഴുന്നേക്ക് മോളെ. ചെല്ല്, റെഡിയായിട്ട് വാ മോളെ. ഞാൻ റെഡിയാവട്ടെ? അവരെല്ലാം സ്റ്റുഡിയോയിൽ കാത്തിരിക്കുക. വേഗം റെഡിയാവണേ. അമ്മയും മകളും കൂടി വീണ്ടും ക്ലാസ് മുടക്കാൻ വന്നു. അപ്പോ ഈ ശ്യാമ ആരാണെന്ന് മനസ്സിലാവും. അമ്മയും മോളും നിന്റെ ക്ലാസ്സിന് വന്നോട്ടെ. ആരാധക വൃന്ദമുള്ള പ്രശസ്ത ഗായിക വിസ്മയ്ക്ക് സംഗീതത്തിന്റെ പ്രാഥമിക പാഠമെങ്കിലും പഠിക്കാലോ. അയ്യോ, നാണക്കേടെന്ന് തോന്നണ്ട. ശ്യാമയുടെ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ശ്രദ്ധയോടെ പഠിക്ക്, രക്ഷപ്പെടാം. മോളെ, ഇവളെന്താ ഇതുവരെ റെഡിയായില്ലേ? മോളെ. ഹലോ സർ, ഞങ്ങളിത് പുറപ്പെടാൻ പോവാ. ഇവിടെ എല്ലാം റെഡിയാ. മ്യൂസിക് ഡയറക്ടർ വെയിറ്റ് ചെയ്യാ. വേഗം എത്തണം. ഓക്കെ ഓക്കെ സർ. മോളെ, മോളെ, നീ വാതിൽ തുറക്ക്. ഇതുവരെ റെഡി ആയില്ലേ? കിടക്കുവാണോ? അല്ല, ഉറങ്ങാണോ? എടി, എഴുന്നേക്ക്. മോളെ, എടി കണ്ണു തുറക്ക്. മോളെ, മോളെ, മോളെ എഴുന്നേക്ക്. മോളെ, എന്താ എന്താ മോളെ, എഴുന്നേക്ക്. അയ്യോ മോളെ, 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 അയ്യോ എന്റെ കുട്ടി. മോളെ, മോളെ, ചതിച്ചു ഈശ്വര. അയ്യോ മോളെ, 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 അയ്യോ മോളെ, ഈശ്വര ചതിച്ചല്ലോ. മോളെ, എന്താ നീ കാണിച്ച? മോളെ, എനിക്ക് അറിയില്ലല്ലോ ഈശ്വര, എന്താ വേണ്ടത്? അയ്യോ. എന്റെ കൃഷ്ണ, ഒടുവിൽ നീ എന്നെ അരുന്ധതി മാഡത്തിൽ നിന്ന് രക്ഷിച്ചു. അതിന് ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയാ? ഇനി ഇനി എന്റെ ശബ്ദം, എന്റെ മാത്രം, ഇനി ആരും അവകാശം പറഞ്ഞു വരില്ല.
എത്രമാത്രം സന്തോഷായെന്നോ കണ്ണ. ഇനി ശ്യാമ എന്ന പേര് തന്നെ എനിക്ക് അറിയപ്പെട്ടാ മതി. ഈ കള്ളക്കണ്ണൻ ചാർത്തിയിരിക്കുന്ന തുളസിമാല പോലെ എനിക്കെന്നും നിന്നോടൊപ്പം ചേർന്ന് നിന്നാ മതി. അരുന്ധതി മാഡം ആണല്ലോ. പിന്നെ എന്തിനവര് വിളിക്കുന്നത്? ഹലോ, ഒടുവിൽ നീ വിജയിച്ചു അല്ലേ? മനസ്സിലായില്ല. ഞാനും എന്റെ മോളും നിന്റെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ. എന്നിട്ട് അവസാനമായി ഒരു തവണയെങ്കിലും എന്റെ കുഞ്ഞിനു വേണ്ടി പാടാൻ നീ സമ്മതിച്ചോ? ഇല്ലല്ലോ. എന്റെ മോളെ ഈ അവസ്ഥയിലാക്കിയതിന് ഉത്തരവാദി നീയാ. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിന് വിസ്മയ്ക്ക് എന്തു പറ്റി? നീ കാരണം അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ദാ ഇപ്പൊ ഹോസ്പിറ്റലിൽ ജീവശവമായി എന്റെ കൺമുമ്പിൽ കിടക്കുക. ദൈവമേ, ഡോക്ടർ ഇതുവരെ ഒന്നും തീർത്തു പറഞ്ഞിട്ടില്ല. എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാ എന്റെ മോള്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പകരം ഞാൻ ജീവൻ എടുക്കുന്നത് നിന്റെ അല്ല, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളിന്റെയാ. എന്റെ വിസ്മയ എന്നെ വിട്ടു പോയാ എത്ര ക്യാഷ് എനിക്ക് മുടക്കേണ്ടി വന്നാലും നിന്റെ അഖിലിനെ ഞാൻ തീർത്തിരിക്കും. എനിക്കറിയാം, ഇനി ഈ നിമിഷം മുതൽ വിസ്മയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ ശരിക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് നീയായിരിക്കും. ഹലോ ഹലോ ഹലോ, അമ്മ ഞാൻ ഇപ്പൊ വരാം. ശരി മോളെ. ഇപ്പൊ ഇവിടെ വെച്ച് രണ്ടുപേരോട് ഞാൻ തീർത്തു പറയാ, ഇനി ഇവക്ക് വേണ്ടി പാടാനെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് നിങ്ങൾ വരരുത്. ദൈവം അനുഗ്രഹിച്ച് തന്നത് എൻ്റെ ഈ ശബ്ദം. ഇനി മറ്റൊരാളുടെ കാൽക്കൽ ഞാനത് അടിയറവ് വയ്ക്കില്ല. ആ എഗ്രിമെന്റ് വെച്ച് നിങ്ങൾക്കിനി എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതൊരു ഓലപ്പാമ്പായിരുന്നു എന്ന് എനിക്കിപ്പോൾ ബോധ്യായി. ദൈവമേ, എന്റെ കൃഷ്ണ, ഈശ്വര, കണ്ടില്ലേ എന്റെ മോള് കിടക്കുന്ന കിടപ്പ്? നീ കണ്ടില്ലേ? ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നേ? ആർക്കു വേണ്ടിയാ? എല്ലാം എല്ലാം തീരാൻ പോവാ. ഇനി ഒരിക്കലും എന്റെ മോള് പാടാനാണെന്നും പറഞ്ഞു ആരെ നിർബന്ധിക്കാൻ വരില്ല. മോളെ, മോളെ, മോളെ വിസ്മയ, വിസ്മയ, മോളെ, മോളെ, അമ്മേ നോക്കേ, അമ്മ, അമ്മ, അമ്മ നോക്ക് മോളെ, കണ്ണു തുറന്ന് നോക്ക്, നിന്റെ അമ്മയായി നിൽക്കുന്നെ.
മോളെ നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നിന്റെ അമ്മ ഏത്? എന്താ മോളെ? എന്താ മോളെ? എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നേ? എന്തിനാ ഇങ്ങനെ നോക്കുന്നേ?